അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാമിലോട്ട് പോവുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും. ബൈ ഗൈസ്. ദൂരയാത്രയ്ക്ക് പോകുന്നതല്ലേ, അപ്പോൾ ചെറിയൊരു പ്രയറൊക്കെ ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോവുകയാണല്ലോ. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ബേബി ഇന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബേബി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ടൈം. പോവുകയാണ്. ഒരാഴ്ച നിങ്ങൾ ഞങ്ങളല്ലാതെ എന്ത് ചെയ്യും? മാക്കു എന്ത് ചെയ്യും? മിലുമേ മിസ് ചെയ്യൂലേ? ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ ആട്ടവും പാട്ടവും ഒക്കെ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ആൾക്ക് കാര്യം മനസ്സിലായത്. ആളെ കൊണ്ടുപോകണ്ട, ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ പിന്നെ കരച്ചിലായി, വിളിയായി. എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ഒരു പിടിയും ഇല്ലായിരുന്നു. അപ്പോൾ ട്രെയിൻ യാത്ര അങ്ങനെ സ്റ്റാർട്ടായി. അങ്ങനെ കുഞ്ഞാവനെ സീറ്റിലിരുത്തിയപ്പോൾ നല്ല കോസിയായിട്ട് ആളെ ഉറക്കം തുടങ്ങി. ട്രെയിനിൽ നിന്നിറങ്ങി ടാക്സിയിൽ കയറിയപ്പോഴും ആള് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ കയറി കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് അടുത്ത ടാക്സി പിടിച്ച് എയർപോർട്ടിലെത്തി. അപ്പോഴത്തേക്കും തന്നെ ഒരു വഴിയായിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്താറായപ്പോഴാണ് ശരിക്കും ട്രിപ്പൊക്കെ പോകുക എന്നുള്ള ഒരു ഫീലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ വന്നത്. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയായിരുന്നു. ഇനി അകത്ത് കയറി എല്ലാം ബോർഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. രാവിലെ ഇറങ്ങിയതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ട് മുഖത്ത്. അയ്യോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ ചെറിയൊരു പണി തന്നു. നൈസായിട്ടൊന്ന് ഛർദ്ദിച്ചു. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ആളെ തപ്പി നടത്തുമായിരുന്നു ഞാനും ഹസ്ബൻഡും കൂടെ. കുഞ്ഞു സാറ് കാപ്പിയൊക്കെ കുടിച്ച് ക്ലീനായി ഫ്രഷായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എവിടെ പോണ്? ബാവയെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി. Dundapi is excited for his first flight. ആണോ ഡുണ്ടു? അങ്ങനെ ആശാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി. വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ അച്ചയുടെ വിൻഡോ സീറ്റ് അടിച്ചു മാറ്റി. ഫ്ലൈറ്റ് ഒന്ന് മൂവായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തളർന്നു. ടയേർഡായിരുന്നെങ്കിലും പാവ ഉള്ളത് കൊണ്ട് അവനെ കൊണ്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. ലാൻഡ് ചെയ്തപ്പോഴാണ് ചേച്ചി അയച്ചെന്ന വീഡിയോസ് കണ്ടത്. മാക്കും അവിടെ വീട്ടിലെ മസ്താനിയായിട്ട് സെറ്റായി എന്നുള്ളത്. സോ ഫൈനലി വി ഹാവ് അറൈവ്ഡ് ടു ക്വാലലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബേബി നല്ല ഉറക്കമാണ്, വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 6 hours ലേ ഓവർ ഉണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ഉറക്കം ഉറങ്ങുക. ഇവിടെ ഇപ്പോൾ മോർണിംഗ് 7 o'clock ആയിട്ടുണ്ട്. ബട്ട് നല്ല വിശപ്പുണ്ട്. സോ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് വന്നു. സോ ഇതാ ഇവിടുത്തെ ഫുഡ് കോർട്ട്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഒരു മോളുടെ ഒരു ഫീൽ ഇല്ലേ. ഫുഡ് കോർട്ട് മാത്രമല്ല, ഇവിടെ എയർപോർട്ടിനകത്ത് കയറിയാലും ഒരു മോളിൽ കയറിയ ഫീൽ തന്നെയാണ്. എഗ് സാൻഡ്വിച്ചോ? ചാച്ചൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചോറും മുട്ടയും പിന്നെ നത്തോലി കരുവാടും. അത് കഴിക്കുന്നത് മലേഷ്യയിലിരുന്നിട്ട്. നത്തോലി കരുവാടും ചായയും. വാ. പിന്നെ ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഫ്ലൈറ്റ്സ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ നോക്കി കുറേ നേരം അങ്ങനെ നിന്നായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, കുറേ നേരം നോക്കി നിന്നിട്ടും അങ്ങനെ ഒരു മടുപ്പും തോന്നിയില്ല. കുറേ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്നതും കണ്ടു. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ടൈം ആവുന്നത് കൊണ്ട് നമ്മൾ നേരെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോകുമായിരുന്നു. നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് വരുന്നത് L20 ആണ്. ഇവിടെ നിന്ന് 10 minutes നടക്കാനുണ്ട്. ക്ലയൻസ് എത്തുന്നതിന് മുന്നേ വിയറ്റ്നാമിലോട്ട് നമ്മളായിരിക്കും ആദ്യം എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേയിലായതുകൊണ്ട് ആദ്യം നമ്മുടെ ക്ലയൻസ് എത്തി. പിന്നെ കുറച്ചുപേര് നമ്മുടെ സെയിം ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. Immediately pull the mask firmly towards you. ഫൈനലി നമ്മൾ വിയറ്റ്നാം എത്തി.
ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4:20 ഒക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിയർ സ്ട്രീറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വെസ്റ്റ് ലേക്ക് കേട്ടോ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഉണ്ട്, കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടൂർ ഗൈഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. 1 പില്ലർ പഗോഡയിലാണ് നമ്മൾ ആദ്യം പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അവരെ പഗോഡയുടെ സൈഡിലായിട്ട് അവരെ പ്രയർ സർവീസ് ഒക്കെ നടപ്പുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഹോച്ചിമിൻ മൗസിലും ഓൾസോ കണ്ടു. എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ അധികം കറങ്ങിയില്ല. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയായത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിലോട്ട് പോകാമെന്ന് കരുതി. എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷെ നമുക്ക് ട്രെയിൻ കാണാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് എഗ് കോഫി ട്രൈ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ കോൾഡ് എഗ് കോഫിയും ഒരു സോൾട്ടഡ് കോഫിയും ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ രണ്ടും ഓരോന്ന് വെച്ചാൽ മേടിച്ചത്. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമല്ലേ, അപ്പോൾ എങ്ങനെയായി തീരുമെന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടക്കുന്നത് ആദ്യം ഏത് ട്രൈ ചെയ്യുമെന്നുള്ളതാണ്. ടേസ്റ്റ് എങ്ങനെ ആവുമെന്ന് ആർക്കും ഒരു പിടിയും ഇല്ലല്ലോ. പിന്നെ ഹോട്ട് എഗ് കോഫി പറഞ്ഞാൽ ചിലപ്പോൾ എഗ്ഗെങ്ങാനും കുക്കായി പോയാലോ എന്നുള്ളൊരിതും കൊണ്ടാണ് നമ്മൾ ഹോട്ട് പറയാണ്ട് കോൾഡ് തന്നെ മേടിച്ചത്. ഇത് സോൾട്ടഡ് ബെൻസിന്റെ കൈ താത്തിക്കാണ് ബെൻസ കൈ താത്ത് ബെൻസ. അങ്ങനെ കോഫീസ് ട്രൈ ചെയ്യാനും പിന്നെ വീഡിയോസ് എടുക്കാനും ഉള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവരും. സോ ചെസ് നമ്പർ 1 മസ്താനി തന്നെ ട്രൈ ചെയ്തു. കോഫിയുടെ മുകളിൽ മുട്ട അടിച്ച് ചേർക്കുന്ന സാധനമാണിത്. മസ്താനി അപ്രൂവ് ചെയ്തെങ്കിലും ഒരു കോഫി ലവർ അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് വീണ്ടും അതൊരു ടെൻഷനായിരുന്നു ഇതെങ്ങനായി തീരും എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അച്ചാച്ചന് കൊടുത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ചാച്ചൻ കുടിച്ച് ഓക്കെ പറയുകയാണെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് ഞാനും കരുതി. ആ ഒരു കോൺഫിഡൻസിൽ ഞാനും ഒന്ന് കുടിച്ചു നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല റിച്ച് തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള കോഫിയായിരുന്നു. ഭാഗ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോയി. ഇനി വേണം ഒന്ന് നീണ്ടു നിവർന്നൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ റൂം കീസൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങളുടെ റൂമിലോട്ട് പോയി. വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞാവേന ഒന്ന് ബെഡിൽ സെറ്റാക്കി. ഇത്രയും നേരം ട്രാവലിംഗ് ആയിരുന്നെങ്കിലും കുഞ്ഞുവാവ നമ്മളെ അധികം ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിയറ്റ്നാം എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമോ?